അസ്സലാമു അലൈക്കും. ഒരുപാട് പേർക്ക് രോഗങ്ങൾ വന്നു ചേരുന്നത് പതിവാണല്ലോ. നമ്മുടെയൊക്കെ വീട്ടിൽ ഒരുപാട് രോഗബാധിതരുണ്ട്. അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ, ആമീൻ. അതുപോലെ എല്ലാവരുടെയും രോഗങ്ങൾ മാറട്ടെ, ആമീൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ രോഗങ്ങൾ പെട്ടെന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. രോഗങ്ങൾ ഏതായാലും ആ രോഗശമനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പ്രതീക്ഷ കൈവിടാതെ ദുആ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ആ രോഗത്തിന് ശിഫ നൽകും. രോഗം ഒരു പരീക്ഷണമാണ് എന്നത് നിരവധി ഹദീസുകളിലുണ്ടല്ലോ. നിരന്തരമായ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ആ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹുവിൽ നിന്നും രക്ഷ നൽകും. വിശുദ്ധമായ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് സ്വന്തം രോഗം ശിഫയാക്കാൻ വേണ്ടിയും മറ്റുള്ളവരുടെ രോഗം ശിഫയാക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആ രോഗം നമുക്ക് വന്നതിൽ അള്ളാഹുവിനോട് ദേഷ്യപ്പെടാതിരിക്കുക. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ദാരിയാത്ത് 51-ാമത്തെ സൂറത്താണ്. ഈ സൂറത്ത് അധികമായി ഓതിയാൽ രോഗം ശമിക്കാത്തവർ ഉണ്ടെങ്കിൽ രോഗം പെട്ടെന്ന് മാറും. അല്ലാഹു തആല എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കി തരട്ടെ. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. വിശപ്പ് കൊണ്ടും ഭയം കൊണ്ടും മരണം കൊണ്ടും സാമ്പത്തിക മാന്ദ്യം കൊണ്ടും കഷ്ടങ്ങൾ കൊണ്ടും പരീക്ഷിക്കും എന്നും അല്ലാഹു തആല പറയുന്നു. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹു തആല ശിഫയാക്കി തരട്ടെ, ആമീൻ. ഈ 1 മിനിറ്റ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക.